സംസ്ഥാനത്തെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി കണ്ടിട്ടുണ്ടോ? ആദ്യകാലത്ത് അനൗൺസ്മെന്റിന് ഉപയോഗിച്ചിരുന്ന മെഗാഫോണാണ്. ഇതെല്ലാമുള്ള ഒരിടമുണ്ട്. കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫിന്റെ വീട്. ആ കാഴ്ചകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെടുപ്പ് രീതികളുമൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്നത്തേതുപോലെയൊന്നും ആയിരുന്നില്ല പണ്ട്. ഇത് 1951 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് ബോക്സാണ്. കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫിന്റെ പുരാവസ്തു ശേഖരത്തിലാണ് ഈ ചരിത്രമുറങ്ങുന്നത്. ഞാൻ ഈ ശേഖരം ഒരു 10-20 വർഷത്തിന് മുകളിലായി. പക്ഷേ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 8 വർഷത്തിന് മുകളിലായി കിട്ടിയിട്ട് അതിൽ കിട്ടിയൊരു സാധനമാണ് നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ. ഇന്ത്യയിലെ പ്രഥമ ഇലക്ഷൻ നടന്നിരിക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡേറ്റ് ഉണ്ട്, 1951. ആ ഫസ്റ്റ് ഇലക്ഷന് ഉപയോഗിച്ച ബാലറ്റ് ബോക്സാണ് ഇത്. ഇതുമാത്രമല്ല ഇവിടെ ഉള്ളത്. അനൗൺസ്മെന്റിന് ഉപയോഗിച്ചിരുന്ന മെഗാഫോണും മരക്കട്ടകളിൽ തീർത്ത അച്ചുകളുമെല്ലാം പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് കാലങ്ങളിൽ ഇലക്ഷൻ പ്രചാരണത്തിന് മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് മെഗാഫോൺ. മെഗാഫോൺ ഇലക്ഷൻ ഉപയോഗിച്ചതിന് പുറമെ പോലീസുകാർ അവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ തന്നെ അവരുടെ ഉത്തരവുകളൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് 1975 വരെ ഇത് പ്രാബല്യത്തിലുണ്ടായിരുന്നു. അച്ചുകൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പഴയ പ്രസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം അന്ന് എടുത്തു വെച്ചിട്ട് എനിക്ക് പഴയ അച്ചുകളിൽ ചിഹ്നങ്ങളുള്ളത് കൂടുതലും ഒരു 5-8 രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളുള്ള അച്ചുകളും പിന്നെ അക്ഷരങ്ങൾ മലയാളത്തിലുള്ളത്, ഇംഗ്ലീഷുള്ളത് എല്ലാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ നാടിന്റെ വികസനത്തിനായി രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.